ഇനി കൊല്ലത്ത് നിന്നും പളനി മധുരൈ യാത്രകളൊക്കെ കൂടുതൽ എളുപ്പമാകും. കൊല്ലം മുതൽ കോയമ്പത്തൂർ വരെ നീളുന്ന പുതിയ ട്രെയിൻ സർവീസിന് വഴിയൊരുങ്ങുകയാണ്. കേരളത്തിൽ റെയിൽവേ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ ആവശ്യം പരിഗണനയിലാണെന്ന് സ്ഥിരീകരിച്ചതോടെ ഈ റൂട്ടിലെ യാത്രക്കാർക്ക് വലിയ പ്രതീക്ഷയാണ് ഉയർന്നിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ആരംഭിച്ച് പുനലൂർ, മധുരൈ, പളനി എന്നിവിടങ്ങളിലൂടെ കോയമ്പത്തൂരിലേക്ക് ഈ ട്രെയിൻ സർവീസ് നടത്താനാണ് റെയിൽവേയുടെ പദ്ധതി. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ കീഴിൽ നടന്ന എംപിമാരുടെ യോഗത്തിൽ മാവേലിക്കര എംപി കൊടിക്കുന്നിൽ സുരേഷ് ഈ ട്രെയിൻ സർവീസിന്റെ ആവശ്യകത ശക്തമായി ഉന്നയിച്ചിരുന്നു. തുടർന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് അദ്ദേഹം ഒരു കത്ത് നൽകുകയും ഈ ആവശ്യം ഗൗരവമായി പരിഗണിക്കുമെന്ന് മന്ത്രി മറുപടി നൽകുകയും ചെയ്തു. ഈ മറുപടിയിൽ കൊല്ലം, പളനി, കോയമ്പത്തൂർ റൂട്ടിൽ പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് വിശദമായ പരിശോധന നടത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ ട്രെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുന്നതോടെ കൊല്ലം, പുനലൂർ, തെങ്കാശി, മധുരൈ, പളനി, കോയമ്പത്തൂർ എന്നീ പ്രദേശങ്ങൾക്കിടയിൽ യാത്രാബന്ധം കൂടുതൽ ശക്തമാകും. ഈ ട്രെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുന്നതോടെ മധുരയിലെ മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിലേക്കും പളനിയിലെ മുരുകൻ ക്ഷേത്രത്തിലേക്കും തീർത്ഥാടനത്തിന് പോകുന്ന യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഈ റൂട്ട് വളരെ പ്രധാനമാണ്. കാരണം നിലവിൽ ഈ ദിശയിൽ നേരിട്ടുള്ള ട്രെയിൻ സർവീസുകൾ പരിമിതമാണ്. അതിനാൽ തന്നെ പുതിയ സർവീസ് വരുന്നതോടെ തമിഴ്നാട്ടിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര എളുപ്പവും സൗകര്യപ്രദവുമാകും. മാത്രവുമല്ല, കോയമ്പത്തൂർ പോലെ വ്യാപാര വ്യവസായ കേന്ദ്രവുമായി കേരളത്തെ ബന്ധിപ്പിക്കുന്നതിനാൽ ഈ ട്രെയിൻ വാണിജ്യ യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനകരമാവുകയും ചെയ്യും.